ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. മസാല വെജിറ്റബിൾ ഓട്സ്. കുറച്ച് വെജിറ്റബിൾസും ഓട്സ് വെച്ചിട്ട് ചെയ്യുന്നത്. ഞാനിത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ നല്ല റെസിപ്പിയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇപ്പം നമുക്ക് ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വളരെ നല്ലതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിനു മുമ്പൊരു ഓട്സ് ഉപ്മാവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അതും കണ്ട് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ ഇനി നമുക്ക് മസാല വെജിറ്റബിൾ ഓട്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. മസാല ഓട്സ് ഉണ്ടാക്കാനുള്ള പച്ചക്കറികളാണിത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഗ്രീൻ പീസ് ഫ്രോസൺ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊന്നും കണ്ടു നോക്കണം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഉള്ളി അരിഞ്ഞത്. ഉള്ളി ചെറിയ ഉള്ളിയോ സവാളയോ വേണമെങ്കിൽ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി വേണ്ടത് ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഞാനിവിടെ ഈ മസാല ഓട്സിന് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇടും. അത് ഇടുന്നത് കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും. കൂടുതൽ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു തക്കാളി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഈ മസാല ഓട്സിൽ നമുക്ക് കോളിഫ്ലവർ, ബീൻസ്, ചീര ഇതുപോലെയുള്ള പച്ചക്കറികൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ക്യാരറ്റും ഗ്രീൻ പീസും മാത്രമേ ഈ മസാല ഓട്സിന് എടുത്തിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ആ പച്ചക്കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. മസാല ഓട്സിന് ആവശ്യമുള്ള ഓട്സ് ആണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഓട്സ് ആണ്. 1 കപ്പ് ഓട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ 2 പേർക്ക് കഴിക്കാനുള്ള മസാല ഓട്സ് ഉണ്ടാവും. മസാല ഓട്സ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെക്കാം. കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. വെളുത്തുള്ളിയുടെയൊക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർക്കാനുണ്ട്. മസാലപ്പൊടി ഞാൻ ഇൻഗ്രീഡിയൻസിൽ കാണിച്ചിട്ടില്ലായിരുന്നു, ഞാനത് പറഞ്ഞുതരാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പൊടികൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. സോയാ സോസ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. സോയാ സോസ് ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സോയാ സോസ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഓട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഓട്സ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലകളൊക്കെ ഒന്ന് ഓട്സിൽ പിടിക്കുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഓട്സിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. തണുത്തുവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 3.5-4 കപ്പ് വരെ വെള്ളം നമുക്ക് ഒഴിക്കാം. ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം 1 വിസിൽ വന്നു കഴിഞ്ഞ് 2ാമത്തെ വിസിൽ വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടണം.
ഇപ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് സമയമെല്ലാം കഴിഞ്ഞ് അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഓട്സ് എല്ലാം പാകത്തിന് വെന്ത് ഇതുപോലെ നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ വീണ്ടും കുറുകി വരും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഓട്സ് ഇങ്ങനെ കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. വെള്ളമൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. പാകത്തിനുള്ള ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അവസാനം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഓട്സ് റെഡി ആയി കഴിഞ്ഞ് ഈ നോമ്പ് കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതാണിത്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റെഡിയായ മസാല ഓട്സ് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഡയറ്റ് ചെയ്യുന്നവർക്കും ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.